ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ തിരക്ക് പിടിച്ച് ചടപടേന്ന് ചെയ്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാം പെട്ടെന്നായോണ്ട് തന്നെ കുറേയൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തതെന്ന് നമുക്കിപ്പോൾ കാണാം. പിന്നെ ഒരു ഡിസ്ക്ലൈമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാരും അനുകരിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് എന്റേതായ എന്റെ മാത്രം മേക്കപ്പാണ്. ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയില്ലെങ്കിലും ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് അവിടെ നിന്നൊക്കെ ഓരോന്ന് പഠിച്ചതിന്റെ അറിവിലാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചെറിയ സ്കിൻ കെയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടോണറാണ്. പ്ലമ്മിന്റെ നയാസിനമൈഡ് ഡ്രൈസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. അത് ഞാൻ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് അക്വാലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ ഇട്ടിരുന്നു. പക്ഷെ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്ന കാര്യം പിന്നീടാണ് ഞാൻ ഓർത്തത്. അടുത്തതായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രൈമർ ഇടണം. എന്റെ ഫേസിൽ പിമ്പിൾസ് വന്ന് പോയതിന്റെ ചെറിയ ചെറിയ കുഴികളുണ്ട്. അപ്പൊ അതൊന്ന് അടയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം പ്രൈമർ ഇട്ടിട്ട് വേണം ഫൗണ്ടേഷൻ ഇടാനായിട്ട്. ഞാനിവിടെ ഇൻസൈറ്റിന്റെ 3-in-1 പ്രൈമർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രൈമർ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഇതെന്റെ പുതിയ ഫൗണ്ടേഷൻ ആണ്. എന്റെ ഫ്രണ്ട് ബട്ടാണ് എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്തത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷൻ ആണ്. മറന്നുപോയി പെട്ടെന്ന്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ എൻവൈബയുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ, എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫൗണ്ടേഷന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻസൈഡിന്റെ ഒരു ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റ് ആണ്. അതിൽ നിന്നൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐലൈനർ ചെയ്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ടാണ്. ജെൽ ഐലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്യാനായിട്ട് എനിക്ക് ക്യാമറയിൽ നോക്കി പറ്റാത്തതുകൊണ്ട് ഞാൻ അത് മിററിൽ നോക്കി എഴുതിയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു പരീക്ഷണത്തിന് നിന്നിട്ട് കൊളാക്കാനുള്ള ഒരു സമയം ഇപ്പൊ ഇല്ല. അടുത്തതായിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ലിപ്സ്റ്റിക്ക് ഒരു മെറൂൺ ലിപ്സ്റ്റിക് ആണ്. എന്നിട്ട് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തത് ഒരു റെഡ് ലിപ് ലൈനർ വെച്ചിട്ട്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്തായാലും തല തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ വേഗം മിററിന്റെ മുമ്പിൽ പോയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇപ്പൊ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുടികെട്ടേണ്ട കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. എവിടെ പോയാലും എനിക്ക് മുടികെട്ടേണ്ട കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അധികം കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. വെറുതെ എടുത്തൊന്ന് ക്ലിപ്പ് എടുത്തിട്ടു. എങ്ങോട്ടെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉന്മേഷം ഉണ്ടാവില്ല. പക്ഷെ എന്റെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞാലാവും അതൊന്ന് ഉണങ്ങി കിട്ടുക. ഇത് പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഹെയർ ബ്രഷ് ആണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു സംഭവമുള്ള കാര്യം ഞാൻ മറന്നു. പിന്നെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് തക്കട് വന്നിട്ട് എനിക്കത് സെറ്റ് ചെയ്ത് തന്നത്. അവള് മുടി സെറ്റ് ചെയ്ത് തരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്റെ കമ്മല് ചേഞ്ച് ചെയ്യാണ്. ഇത് എന്റെ കല്യാണത്തിന്റെ കമ്മലാണ്. ഈ ഒരു കമ്മല് നല്ല ഹെവിയാണ്. അതുകൊണ്ട് തന്നെ വേറെ മാലയൊന്നും ഞാൻ ഇട്ടില്ല. എന്റെ കുഞ്ഞു താലിമാല മാത്രം തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മെറൂൺ പൊട്ടാണ് ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ലിപ്സ്റ്റിക് നല്ല മെറൂൺ ആയതുകൊണ്ട് ആ ഒരു കോമ്പിനേഷനിൽ അങ്ങോട്ട് പിടിച്ചു. പിന്നെ ഞാൻ സിന്ദൂരം തൊട്ട് കൊടുത്തു. ആദ്യം ലിപ്സ്റ്റിക് കൊണ്ടൊന്ന് വരച്ചിട്ട് അതിന്റെ മേലെയാണ് സിന്ദൂരം തൊട്ടെടുത്തിട്ടുള്ളത്. നല്ല ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ ഇടുമ്പോൾ സിന്ദൂരം അങ്ങോട്ട് നീട്ടി തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അടുത്ത ചടങ്ങ് ഐലാഷ് വെക്കലാണ്. ഞാനൊരു സെറ്റ് ഐലാഷ് മേടിച്ചതിലെ ഏറ്റവും അവസാനത്തെ സെറ്റാണിത്. ഇതെനിക്ക് ക്യാമറയിൽ നോക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് മിററിൽ പോയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ സെപ്പറേറ്റ് ഗ്ലൂ ഒന്നും തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സംഭവം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ്. ശരിക്കും ഈ ലാഷസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ഒരു ഗ്ലൂവും കൂടി തേച്ചു കൊടുത്തിട്ട് വെക്കുമ്പോഴാണ് ഒരു ഫിനിഷിങ്ങിൽ നിൽക്കുന്നത്. എനിക്കത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിലത്തെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഉള്ള പശ വെച്ചിട്ട് ഉച്ചവരെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിന്നു. സാരിക്ക് മാച്ചിനായിട്ട് ഞാനൊരു പർപ്പിൾ കളർ വളയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തു. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോ. അപ്പൊ ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം. ബൈ.